സുരേഷ് ഗോപിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിലുള്ളത് കേട്ടാലേ ഇവർക്ക് സമാധാനം ഉള്ളുവെങ്കിൽ ഞാൻ പറയാം, ഇത് മറുപടി പറയാം, അതോട് പറയാം, എന്നാൽ പിന്നെ അതോടുകൂടി അടങ്ങുമല്ലോ. എനിക്ക് അത്ഭുതം തോന്നുന്നു. സുനിൽകുമാറിന് നല്ല സുഹൃത്താണ്, അദ്ദേഹം ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. എന്താണ് അദ്ദേഹം ഇത്ര ജില്ലാ കളക്ടറാണോ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക വോട്ട് ചേർക്കുന്നത്? ജില്ലാ കളക്ടർക്ക് എന്താ അതിൽ റോള്? വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ അത് പരിശോധിക്കുന്ന ഇലക്ടറൽ ഓഫീസർമാരാണ്. ആ ഇലക്ടറൽ ഓഫീസർമാർ നിശ്ചയിക്കുന്ന BLOമാർ വെരിഫിക്കേഷന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് വീട്ടിൽ പോയി കണ്ട് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയില്ലേ വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കുന്നതെന്ന്? ആരെങ്കിലും ഒരു സ്ഥലത്ത് വിചാരിച്ചാൽ വോട്ടർ പട്ടിക ചെന്നും നമ്മൾ ഹാജരാക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് BLOമാർ പോയി കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BLOമാരുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ BLOമാരിൽ ഭൂരിപക്ഷവും ജോയിന്റ് കൗൺസിൽ ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ആ CPI ഉദ്യോഗസ്ഥന്മാർക്ക് സുനിൽകുമാറിനെ പറ്റിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അത് ബിനോയ് വിശ്വത്തോടും അന്ന് വേറൊരാളായിരുന്നു ബിനോയ് വിശ്വത്തോട് ചോദിച്ചാൽ മതി. സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടി CPI വല്ല ഗൂഢാലോചന ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ബിനോയ് വിശ്വത്തോട് ചോദിച്ചാൽ മതി. സുനിൽകുമാർ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. എവിടെയാണെന്നുള്ളൊരു അന്വേഷണമൊക്കെ പലതരത്തില് പല ക്രൈസ്തവർക്ക് നേരെയുള്ള ആരോപണം തൊട്ട് ഇപ്പോൾ ഈ ഇഷ്യൂല് വരെ പല ഭാഗങ്ങളിൽ നിന്നും MP എവിടെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള മീഡിയക്ക് മുമ്പിൽ പോലും വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നത്. അല്ല, അദ്ദേഹം തൃശ്ശൂർ എല്ലാവരും അതും മീഡിയയോട് അദ്ദേഹം പെരുമാറുന്നതിനെ കുറിച്ചായിരുന്നു നിങ്ങൾക്ക് പരാതി. ഇപ്പൊ മീഡിയയുടെ മുമ്പിൽ അദ്ദേഹം വരുന്നില്ല എന്നുള്ളതാണ് പരാതി. അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് തൃശ്ശൂരിൽ മാത്രം വന്നാൽ പോരല്ലോ. തൃശ്ശൂരിലെ എന്ത് ആവശ്യത്തിനും അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ടല്ലോ ആളുകൾ, അദ്ദേഹം ഇടപെടുന്നുണ്ടല്ലോ. ഈ പറയുന്ന സഭാ നേതൃത്വം ആ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം സുരേഷ് ഗോപിയാണല്ലോ വിളിച്ചത്, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടല്ലോ. അത് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ അവരുന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പറയാൻ സുരേഷ് ഗോപി എന്തിനാ തയ്യാറാകുന്നു? സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള MP ആണ്, കേന്ദ്രത്തിലെ മന്ത്രിയാണ്, നരേന്ദ്രമോദി സർക്കാരിലെ പ്രധാനപ്പെട്ട 2 വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് തിരക്കുണ്ടാവും. ആ തിരക്കുണ്ടെങ്കിലും തൃശ്ശൂരിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ ആരെങ്കിലും ഉണ്ടിരിക്കുന്നതിന് വെളിപാടിരിക്കും പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരാളല്ല സുരേഷ് ഗോപി. അതിനൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ തൃശ്ശൂരിലെ നേതാക്കന്മാരുണ്ട്, അതിനെ ധാരാളമാണ്. പിന്നെ സുരേഷ് ഗോപിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിലുള്ളത് കേട്ടാലേ ഇവർക്ക് സമാധാനം ഉള്ളുവെങ്കിൽ ഞാൻ പറയാം, ഇത് മറുപടി പറയാം, അതോട് പറയാം, എന്നാൽ പിന്നെ അതോടുകൂടി അടങ്ങുമല്ലോ.